ജിം ഫാമിലിന്റെ ലെഗിന്റെ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. കണ്ണീരൊന്നും കണ്ണിക്കൂടി അല്ല കേട്ടോ വരുന്നത്, മൂക്കിക്കൂടിയൊക്കെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും വേദന എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ വേദന എടുക്കുവാന്ന് പറഞ്ഞിട്ട് ഇട്ടെറിഞ്ഞു പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ഉണ്ണിക്കുട്ടനാണ് ചെയ്ത് അതൊരു ശീലമായിട്ടോ. ഞങ്ങൾക്ക് തുടക്കമായതുകൊണ്ട് കണ്ണീര് ചെവി കൂടി മൂക്കി കൂടി കേട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കരഞ്ഞാലും നിലവിളിച്ചാലും ഒന്നും വിടൂല എന്ന് മനസ്സിലായത് കൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇരുന്ന് ചെയ്യും കേട്ടോ. ഞാൻ കരഞ്ഞോണ്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ കരഞ്ഞ് അതിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ എല്ലാവരും. ഉണ്ണിക്കുട്ടന് കാര്യങ്ങളൊക്കെ നിസ്സാരാണ്. ഈ കാഫിന്റെ വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല സംഭവം കേട്ടോ. നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ഈ കാഫൊക്കെ സ്ട്രോങ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ബോഡി സ്ട്രോങ് ആയി എന്നുള്ളതാണ് എന്റെ അർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ണിക്കുട്ടൻ ചെയ്ത് ഉണ്ണിക്കുട്ടനല്ല ഒരു ശീലമായേ. പക്ഷെ നമുക്ക് രണ്ടുപേർക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സംഭവങ്ങളാട്ടോ ഈ ലെഗ് ഡേയും ലെഗിന്റെ വർക്കൗട്ടൊക്കെ. ഞാനും പരമാവധി എന്നെ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. റിസൾട്ട് നമുക്ക് മസ്റ്റ് ആണല്ലോ. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണ് ഈ കരിയും നിലവിളിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ മാത്രം കേട്ടോ കുറച്ച് കൂളായിട്ട് പോകുന്നുള്ളൂ. എന്റെ സാറിന്റെ അവസ്ഥ കഷ്ടമാണ്. അങ്ങനെ ലെഗിന്റെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ കയറിപ്പോണ അവസ്ഥ കേട്ടോ ഈ കാണുന്നത്. നിരങ്ങി വലിഞ്ഞ് കരഞ്ഞൊക്കെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.